എനിക്കൊരു ഗണപതി നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ ഗണപതി നാരങ്ങ. മുറിച്ച് പകുതിൻ്റെ പകുതിയാട്ടോ അത്. അത് വെച്ചിട്ട് നമ്മൾ അച്ചാറല്ല, കറി എന്നാണ് കേട്ടോ അതിന് പറയുക. ഇതാണ് അതിൻ്റെ ബാക്കി പകുതിയെ. അപ്പോൾ അത് വെച്ചിട്ടുള്ള നാരങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അച്ചാറ് പോലെയാണ്, അതിന് പക്ഷേ നാരങ്ങ കറി എന്നാണ് കേട്ടോ പറയുക. പുളി ഒഴിച്ചിട്ട് തിളപ്പിക്കുന്ന ആയതുകൊണ്ടാണ് നാരങ്ങ കറി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരെയുള്ളത് ഫുൾ ഉണ്ടായിരുന്നത് മുറിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മറന്നുപോയി വീഡിയോ എടുക്കാൻ. വലിയൊരു നാരങ്ങയായിരുന്നേ. അതിൻ്റെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അങ്ങനെയും കഴിക്കും. ഗണപതി ഹോമത്തിൽ ഇടുന്ന ഇത് മുറിച്ചിടും, ഇതിൻ്റെ അല്ലി ഒഴിവാക്കിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ ഇത് ഉപയോഗിക്കുക. അങ്ങനെയായിരിക്കണം ഇതിന് ഗണപതി നാരങ്ങ എന്നാണ് പേര് വരിക. ഇത് പച്ച കളറും ഉണ്ട് കേട്ടോ. പച്ച മാറി ഇതുപോലെ മഞ്ഞ കളറായി വരികയാണ് ചെയ്യുക. കുരുവൊക്കെ ഉണ്ട്. വലിയൊരു നാരങ്ങേൻ്റെ ഒരു ചെറുനാരങ്ങയായിട്ടും തോലൊക്കെ ഏകദേശം സമയമുണ്ട്. വലിയതാണേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2-3 ഉണ്ടാവും. അത് പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് അറിയൂല കേട്ടോ. കാരണം ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മളിപ്പോൾ അതിങ്ങനെ സ്ലൈസ് ചെയ്ത് മുറിച്ചിട്ട് അതിനെ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. തോലൊന്നും കളയണ്ട കേട്ടോ. ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിലാണ്. നമ്മൾ ഈ കഷ്ണം എടുക്കുന്നില്ല, ഇതിവിടെ നിന്നോട്ടെ. കാരണം ഈ നാരങ്ങാക്കറി ചിലവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് എടുക്കാം. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കയ്പ്പാണ് ഉണ്ടാവുക. ഈ നാരങ്ങേൻ്റെ കഷ്ണം കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് വരും. അമ്പലത്തിലൊക്കെ ഇടുക ഈ മഞ്ഞ കളർ അതിൻ്റെ തോലില്ലേ അത് ചെത്തിയിട്ട് പിന്നെ അതിൻ്റെ ആ അല്ലിയും കൂടി കളഞ്ഞാൽ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം കേട്ടോ. സാലഡിലൊക്കെ ഇട്ടിട്ട് അതിനൊരു മധുരമാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയ്പായി മാറും കേട്ടോ. അതായത് ചൂട് തട്ടി അതിന് കയ്പ്പ് രസം വരും. അതുകൊണ്ട് തോലൊക്കെ ഒഴിവാക്കിയിട്ടാണ് അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഇത് മുറിച്ചിട്ടുണ്ട് മുഴുവനായിട്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ടുണ്ട്. വലിയൊരു ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിലുള്ള പുളി. എൻ്റെ പുളി ഇങ്ങനെ കറുത്തിട്ടാട്ടോ ഉണ്ടാവുക. കുറേ പഴകിയ പുളിയാണ്. അപ്പോൾ നമ്മളെ ഇതുകൊണ്ട് എന്തുണ്ടാക്കിയാലും കറുത്ത കളറായി പോകും കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി അത് ഇടാതെയും ഈ നാരങ്ങാക്കറി ഉണ്ടാക്കാറുണ്ടേ. ഞാനിപ്പോൾ അതും കൂടി ഇടുന്നേ ഉള്ളൂ. അതില്ലാതെയും 2 വിധത്തിലും ഉണ്ടാക്കും കേട്ടോ നാരങ്ങാക്കറി. അതിലൊരു വിധത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പുളി ഒന്ന് നല്ലോണം പൊതിരട്ടെ കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, കായം, ഉലുവാപ്പൊടി അതൊക്കെ വേണം. അതൊക്കെ നമുക്ക് അപ്പം ഇടാം കേട്ടോ. ഇവിടെ എടുത്തു വെക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 2 വിധം. ഒരു വിധത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വറുത്ത് കോരിയിട്ട് ഉണ്ടാക്കും. മറ്റേത് പുളിവെള്ളമൊക്കെ തിളപ്പിച്ച് അവസാനം ഈ നാരങ്ങ മുറിച്ചത് അതിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യാതെ വാങ്ങും. അങ്ങനെയും ഉണ്ടാക്കുവേ. എങ്ങനെ ഉണ്ടാക്കിയാലും ഇതിനൊരു ചെറിയ കയ്പുണ്ടാവും. പക്ഷെ അതിൻ്റെ വെള്ളം കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ എന്താ പറയുക, ഈ നാരങ്ങ കഷ്ണമാണ് കഴിക്കുക. അതിൽ നിന്ന് കുറച്ച് കയ്പ്പ് നമ്മളെ കറീൻ്റെ വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുമേ. കഷ്ണം തീരെ കഴിക്കാൻ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ മൊരിയൊന്നുമില്ല. ഒന്ന് വാടി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ തോലിലെ കറയൊക്കെ ഒന്ന് പോയി കിട്ടുവേ. ഇത്രയൊക്കെ മെനക്കെട്ട് ഉണ്ടാക്കിയാൽ പക്ഷെ ഇത് അത്ര അങ്ങോട്ട് ചിലവാകൂല, വേഗം കേടും വരുവേ. ഞാൻ പക്ഷെ എനിക്ക് ഈ സാധനം കിട്ടിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളതുണ്ടേ. നമ്മൾ ആദ്യം നാരങ്ങ മൊത്തത്തിലുള്ളപ്പോൾ കഴുകിയിട്ട് മുറിച്ചായതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പൊട്ടിയൊന്നും തെറിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് വളമൊന്നും അടിക്കാതെ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ കഴുകിയിട്ട് അങ്ങ് മുറിച്ചാൽ മതിയേ. 2 പ്രാവശ്യം ആയതുകൊണ്ട് ഒരേപോലെ വാടി വരുമ്പോൾ രണ്ടാമത്തെ എടുക്കാവുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണേ. അപ്പോൾ ഏകദേശം ഒരേ വേവായപ്പോൾ ഞാനിത് 2 വാങ്ങി വെക്കുക കേട്ടോ. കഷ്ണം എണ്ണയിൽ വറുത്തെടുത്തപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി പുതിയ എണ്ണ എടുക്കാം.
പക്ഷെ ഞാൻ ഈ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ചെയ്യാം. അതല്ലെങ്കിൽ ഈ എണ്ണയ്ക്ക് അതിന്റെ തോലിന്റെ കറിയൊക്കെ ആയിട്ട് ചെറിയൊരു ചൊയ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഇത്രയും എണ്ണ കളയണ്ടേന്ന് വിചാരിച്ചിട്ടാണേ. ഇതിൽ നിന്നൊരു 2-3 കയ്യിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത്ര എണ്ണേന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത് തന്നെ എല്ലാം കൊണ്ടുവെക്കണേ, എന്നിട്ടാണ് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ. അത്രയും എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് വേഗം വേഗം ചെയ്യാം കേട്ടോ. നല്ല തിളച്ചിരിക്കുകയാണ് എണ്ണ. ചൂട് നല്ലോണം കുറച്ച് വെക്കുക. കുറച്ച് കടുക് ഇടാം. പെട്ടെന്ന് പെട്ടെന്നാവും കേട്ടോ ഇനി, കാരണം ചൂടായ എണ്ണയാണല്ലോ. അതുകൊണ്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചിടാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി തന്നെ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് പച്ചമുളക് ഇടാഞ്ഞത്. തീ എത്ര ചെറുതാക്കിയാലും നല്ല ചൂടുണ്ടാവും. അപ്പൊ നമുക്ക് ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പിടാം കേട്ടോ. ഉപ്പിടുമ്പോൾ ആ ചൂടൊന്ന് കുറഞ്ഞു കിട്ടും. എണ്ണേന്റെ ഉപ്പിനൊരു നനവുണ്ടാവുമല്ലോ. ആദ്യം ഇത്രയും ഉപ്പാണ് ഇടുന്നത്. ചിലപ്പോൾ നമുക്ക് പിന്നെ ഇടേണ്ടി വരും. നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഉപ്പിന്റെ കാര്യം മാറ്റം വരും. അത് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇടാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ആ കുറച്ച് ഭയങ്കര ചൂടുണ്ടായിരുന്നേ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ടേ. അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവിന് വേണ്ട മുളക് പൊടി, കാശ്മീരി ഒന്നുമല്ല, നല്ല എരിവുള്ളത് തന്നെ ഇടണേ. നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഞാൻ ഇപ്പം 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഈ വലിയ കയ്യിലിന് 2 പ്രാവശ്യം ഇടുന്നുണ്ടേ. ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലാണ് ടാസ്ക്. വേഗം കരിഞ്ഞു പോവും. കൈ എടുക്കാതെ ഇളക്കവും വേണം. ഇളക്കൽ നിർത്താതെ വേറൊരു സാധനം എടുക്കാനും പറ്റൂല. അപ്പോൾ ഇത് ലേശം വറുത്ത് പൊടിച്ച ഉലുവയാണേ, അതും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ സ്പൂണിന് അപ്പോഴത്തേക്ക് എൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇത്ര കുറച്ച് കരിഞ്ഞ പോലെ ആയിണ്ടേ. വേഗം പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി കളറ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാരങ്ങാക്കറിയൊക്കെ കൂടെ, അല്ലെങ്കിലേ പുളിക്ക് കളറ് കറുപ്പാണ്, എല്ലാം കൂടി കറുത്ത് പോവേ. ഇനി ഈ പുളി ഒഴിച്ച വെള്ളം ഒരു 5-10 മിനിറ്റ് നല്ലോണം തിളയ്ക്കണം കേട്ടോ. പുളി നല്ലോണം വേവണം. അതിന് വേണ്ടി ചെറിയ തീയിലാക്കിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പുളിവെള്ളം ലേശം ഒന്ന് കുറുകി വരും. ഇതുപോലെ നേരത്തെ ഒഴിച്ച പോലെയല്ലല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം വെക്കണം കേട്ടോ, എന്നാലേ പുളി വേവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചിട്ട് വറുത്ത് വെച്ച നമ്മളെ നാരങ്ങയില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ പാകമായിട്ടുണ്ട്. ഇനി നാരങ്ങ വറക്കാതെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് മുറിച്ച് വെച്ച് വറക്കാതെ ആ നാരങ്ങയില്ലേ ജസ്റ്റ് ഇതിലേക്ക് ഇടുക, തീ ഓഫ് ആക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ വറുത്ത നാരങ്ങയാണ് ഇടുന്നത്. രണ്ടിനും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കയ്പുണ്ടാവും, പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ വെള്ളം ഇല്ലേ, ആ വെള്ളം കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണേ. പുളിവെള്ളം എത്ര ലൂസാക്കുന്നോ അതാണ് ഇതിന്റെ ഈ കറീന്റെ വെള്ളം. അപ്പൊ ദോശയ്ക്കൊക്കെ കൂട്ടാൻ എടുക്കാം കേട്ടോ. എൻ്റെത് ഇപ്പൊ കുറച്ച് കട്ടിയായിട്ട് വരും. ഇതിനി നല്ലോണം ഒന്ന് ഇളക്കുക. അധികം തിളപ്പിക്കണ്ട. നമുക്ക് ഇതിലേക്ക് ലേശം വെല്ലം ഉരുക്കി വെച്ചതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയല്ല, വെല്ലമാണെങ്കിൽ അത് ചീവിയിട്ടും ഇടാം. ഞാനിപ്പോൾ വെല്ലം എല്ലാം വാങ്ങിയിട്ട് നല്ലോണം ഉരുക്കി അരിച്ചിട്ടൊരു കുപ്പിയിലാക്കി വെക്കും. അപ്പം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതുവരെ ഉണ്ടായിരുന്ന നാരങ്ങ ഒരു വികാരവും ഉണ്ടാവൂല. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് കഴിക്കാൻ തുടങ്ങും കേട്ടോ. പക്ഷെ കയ്പിനും ഒരു സ്വാദാണേ. ഇപ്പം ഞാൻ ഒഴിച്ചത് ലേശം മധുരേ ഉണ്ടാവുള്ളൂ. കുറച്ച് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം വെല്ലം ഒഴിക്കണം കേട്ടോ. വെല്ലം ഒഴിച്ചൊന്നും കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം പുളി, ഉപ്പ്, എരിവ്, കയ്പ്പ്, ഇത് മധുരം, ഇതെല്ലാം കൂടി ചേർന്നൊരു സ്വാദാട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട്. നല്ലോണം ചൂടാറിയിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഇത് നാശമായി പോകും വേഗം. ഇങ്ങനെ പത വരും, അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇങ്ങനെയാണോ നിങ്ങൾ നാരങ്ങാക്കറി ഉണ്ടാക്കാറ്? എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം ചെറിയ കയ്പുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. ഈ നാരങ്ങ സാലഡൊക്കെ ആക്കിയിട്ട് അതിലേക്ക് ഇതിൻ്റെ അല്ലിയില്ലേ അത് കളഞ്ഞിട്ട്
മഞ്ഞ തോലും ചെത്തിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അതിന് ഒരു ഇളം മധുരമാണ് ഉണ്ടാവുക. അത് സാലഡിലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. ഈ നാരങ്ങ ഉണ്ടെങ്കിൽ ആരും വെറുതെ കളയൊന്നും വേണ്ട കേട്ടോ. 1-2 വീഡിയോയും കൂടി കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ചാനൽ.